ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10:30 തദ്ദേശ മന്ത്രി എം.ബി. രാജേഷ് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെ.പി.സി.സി നിർവാഹക സമിതി അംഗം സി.വി. ബാലചന്ദ്രൻ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യും. ഹോം കെയർ ആവശ്യത്തിന് സൗജന്യമായി സംഭാവനയായി ലഭിച്ച വാഹനം CPIM ഏരിയ സെക്രട്ടറി ടി.പി. മുഹമ്മദ് സഹയാത്രയ്ക്ക് കൈമാറും. സഹയാത്ര സെക്രട്ടറി വാസുണ്ണി പട്ടാഴിയെക്കുറിച്ച് ഡോക്ടർ കെ ജയരാജ് ചാലിശ്ശേരി തയ്യാറാക്കിയ ഞാൻ അങ്ങോട്ട് വരാം എന്ന പുസ്തകം സോലസ് ഫൗണ്ടർ ഷീബ അമീറിന് നൽകി മന്ത്രി എം.ബി. രാജേഷ് പ്രകാശനം ചെയ്യും. സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ സന്തോഷ് ഗീവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ, പഞ്ചായത്ത് അംഗം ഫാത്തിമത്ത് സിൽജ, SMK തങ്ങൾ, ദിനേശ് എറവക്കാട്, അജയൻ ചാലിശ്ശേരി എന്നിവർ സംസാരിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പകൽ 3 നടക്കുന്ന പുസ്തക ചർച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ ശ്യാം കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. രാജീവ് പള്ളുരുത്തി, ഷാജി തലോറ, മുസ്തഫ തോരപ്പ, K. രവീന്ദ്രൻ എന്നിവർ സംസാരിക്കും. തുടർന്ന് വാദ്യ സദസ്സിൽ കലാമണ്ഡലവും ചന്ദ്രന്റെ പഞ്ചവാദ്യവും മനോജ് കടത്തല്ലൂരിന്റെ തായമ്പകിയും അരങ്ങേറും. നൃത്തസന്ധ്യയിൽ കോഴിക്കോട് ഡാൻസ് കമ്പനിയുടെ സൂഫി നൃത്തവും എടപ്പാൾ വിശ്വം നയിക്കുന്ന സംഗീത നിശയും അരങ്ങേറും. 900 ചതുരശ്രടി വിസ്തൃതിയിൽ 3 നിലകളായാണ് ചാലിശ്ശേരി കൂറ്റന റോഡിൽ വട്ടത്താണിയിലാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇടയത്ത് വളപ്പിൽ സക്കീർ വാടകയില്ലാതെ നൽകിയ കെട്ടിടത്തിലെ 6 വർഷമായി സഹയാത്ര പ്രവർത്തിച്ചു വരുന്നത്. ആധുനിക ഉപകരണങ്ങൾ കൂടിയ ഫിസിയോതെറാപ്പി യൂണിറ്റ്, സ്പീച്ച് തെറാപ്പി സെന്റർ, ട്രെയിനിംഗ് സെന്റർ, ഡേ കെയർ ഹാൾ, പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ 15 പേർക്കുള്ള സൗജന്യ കിടത്തി ചികിത്സയും 10 OP ടിക്കറ്റുമാണ് ഒരുക്കിയിട്ടുള്ളത്. രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ 30 പേർക്ക് കിടത്തി ചികിത്സ സാധ്യമാകും. പത്രസമ്മേളനത്തിൽ സഹയാത്ര പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ, കെട്ടിട നിർമ്മാണ സംഘാടക സമിതി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ D രണദവി, C പ്രേമരാജൻ, O ഗോവിന്ദൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ബാലകൃഷ്ണൻ നൽകിയ 20 സ്ഥലത്താണ് 9000 സ്ക്വയർ ഫീറ്റ് അതിന്റെ വിസ്തൃതിയിൽ ഇപ്പോൾ കെട്ടിടത്തിന്റെ 1ാം ഘട്ട പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്. മുകളിൽ ഒരു ഫ്ലോർ കൂടി വരാനുണ്ട്, ഒരു ലിഫ്റ്റ് കൂടി വരാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് 1 വർഷത്തിനുള്ളിൽ മാറാൻ കഴിയുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായ ഒരേ സമയം കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നട്ടെല്ലിന് ക്ഷതം സംഭവിച്ച 30 ആളുകൾക്ക് അവിടെ സൗജന്യമായ കിടത്തി ചികിത്സയ്ക്ക് 10 പേർക്ക് ഒപ്പിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വലിയ രീതിയിൽ ഉള്ള എല്ലാവരുടെയും ജീവിതം എന്താ പറയുക, തലശ്ശേരി എറണാകുളം അതുപോലെ തന്നെ ചാലിശ്ശേരി കുന്നംകുളം കൂറ്റനാട് പ്രദേശങ്ങളിലുള്ള ഒരുവിധം ആളുകളുണ്ട്. അതിൽ ഓരോ തൊഴിലാളികളുണ്ട്, അതുപോലെ ഭിന്നശേഷിക്കാരുണ്ട്, അതുപോലെ വ്യവസായികളുണ്ട്, അതുപോലെ